നമസ്കാരം. നിലമ്പൂരിൽ നടക്കുന്ന വാഹന പരിശോധന വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിർബന്ധിത നടപടികളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടക്കുന്നതെന്നും ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ കളക്ടർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം എന്നിവരുടെ വാഹനങ്ങൾ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട വാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായും സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ നിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണം. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ 10 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ, 9 ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, 3 ആന്റി ഡിഫൻസ്മെന്റ് സ്ക്വാഡുകൾ, 2 വീഡിയോ സർവൈലൻസ് ടീമുകൾ എന്നിവയും മറ്റ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിർബന്ധിത നടപടികളാണിവ. ജൂൺ 11 നിലമ്പൂർ റെസ്റ്റ് ഹൌസിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും റിട്ടേണിംഗ് ഓഫീസറും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മണ്ഡലത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ താത്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും വാഹന പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിലും ഒരു ഗസറ്റഡ് ഓഫീസറും മറ്റ് 2 ഉദ്യോഗസ്ഥരും, ഒരു വീഡിയോഗ്രാഫറും, ഒരു സിവിൽ പോലീസ് ഓഫീസറുമാണുള്ളത്. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളുടെ ജീവനക്കാർക്ക് നൽകിയ ചുമതലകളിൽ വാഹനങ്ങളുടെ സമഗ്ര പരിശോധന ഉൾപ്പെടുന്നുണ്ട്. പരിശോധനാ പ്രക്രിയ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതായും കളക്ടർ പറഞ്ഞു. നിലമ്പൂർ വടപ്പുറത്ത് വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചത്. ഷാഫി പറമ്പിൽ തന്നെയാണ് വാഹനം ഓടിച്ചത്. ഉദ്യോഗസ്ഥർ നേതാക്കളോട് വാഹനത്തിൽ നിന്നും ഇറങ്ങാനും ബോക്സ് തുറന്ന് പരിശോധിക്കാനും സഹകരിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് തർക്കിക്കുകയായിരുന്നു. അതേസമയം ഇത് അനാവശ്യമായ വിവാദമാണെന്ന് ഇടത് നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പരിശോധനകൾ പതിവ് സംഭവമാണ്. നിലമ്പൂരിൽ ഇന്നലെ തന്നെ മന്ത്രി V അബ്ദുറഹ്മാൻ, K രാധാകൃഷ്ണൻ MP എന്നിവരുടെ വാഹനങ്ങളും പരിശോധിച്ചു. CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിനിടെ തന്നെ UDF നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് DYFI സംസ്ഥാന സെക്രട്ടറി V വസീഫും രംഗത്ത് വന്നു. അഭിനവും നന്നായി അറിയുന്നവരും തോറ്റുപോവാറുണ്ട്, സ്ക്രിപ്റ്റ് മോശമായാൽ എന്നാണ് DYFI കളിയാക്കിയത്. രാത്രി ഷോട്ടുകളിലും അതോടൊപ്പം തന്നെ പെട്ടി സീനുകളിലും നിലമ്പൂരിലെ അതിഥി താരങ്ങൾ കുറെ കൂടി സെലക്റ്റീവ് ആകണമെന്നായിരുന്നു വസീഫിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് തത്വമയി TV.